ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പിടിയും കോഴിയും. ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം അതിന് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി. ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. അതിലേക്ക് കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ട് നമ്മൾ ഈ അരിപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി വരുന്ന തേങ്ങയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു 3-4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളത്തിലേക്ക് നമ്മളിത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ചേർത്ത് വെച്ച അരിപ്പൊടിയില്ലേ അതിലേക്ക് ഇട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നനവ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. അതിൽ നിന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കി എടുത്ത് ഏകദേശം കാടമുട്ടയുടെ ഒരു വലുപ്പത്തിലാക്കി എടുത്തിട്ട് ഉരുളകളായിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് കൈയും വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ ഞാൻ ആ മാവ് ഫുള്ളും ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊരു 5-8 മിനിറ്റ് അവിടെ കിടന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടി കുറുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ 2-3 സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ അറിയാലോ, ചിക്കൻ കറി പിടിയും എന്നാണല്ലോ പറയുക. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഈ പിടിയും കൂട്ടി ഞാനൊരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു കോംബോ ആണ് ഇത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക.